എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ, ഗിയർ ചേഞ്ച് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണകരമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. പതിവ് പോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്കൊരു ലൈക്ക് തരിക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പേജുണ്ട്. ആ പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് തരിക. ഓക്കെ, ഇപ്പൊ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാം. ഞാൻ വണ്ടി ഓടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ്. പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ വണ്ടി പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല, വണ്ടി മുന്നോട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് വണ്ടി കയറുന്നത്. നമുക്ക് സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം, നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് ചേർന്ന് കൊണ്ടുപോകാനായിട്ട്, അതായത് സ്റ്റിയറിംഗ് കൺട്രോള് മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഇപ്പൊ ഞാൻ ഒരു തുടക്കക്കാരൻ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ ഓടിച്ച് കാണിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഒരു വണ്ടി പഠിക്കുന്ന തുടക്കക്കാരനാണെങ്കിൽ ഓടിക്കുന്ന പോലെ ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പുറകിൽ നിന്ന് ഒരു ബസ് വന്ന് ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഇടത്ത് ചേർന്ന് തന്നെ പോകുന്നു. അതിനുശേഷം പുറകിൽ ഇപ്പൊ 1-2 വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം ഒരു തുടക്കക്കാരന് ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇപ്പൊ മറ്റു വണ്ടികളൊന്നും വരുന്നില്ല. ഇപ്പോൾ റോഡിൽ വണ്ടി ഇടത്താണ്. ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ശ്രദ്ധിച്ചുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. അതായത് ഒരു തുടക്കക്കാരനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യാതെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് അടുത്തൊരു ഗിയർ കൊടുക്കാം, വേറെ ദോഷങ്ങളില്ല എന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റൊരു ഗിയർ കൊടുത്ത് വണ്ടി ഓടിക്കാവുള്ളൂ. ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാരനായതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. ഒന്നെങ്കിൽ വണ്ടി ഇടത്തുനിന്ന് വെളിയിലേക്ക് പോകും, അല്ലെങ്കിൽ റോഡിന്റെ സെന്ററിലേക്ക് വണ്ടി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ പറയുന്നു, ഒരു തുടക്കക്കാരൻ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് മാക്സിമം സ്ലോയിൽ വണ്ടി ഓടിക്കുന്നത്. വീണ്ടും റോഡിൽ മറ്റു വണ്ടികളില്ല, എനിക്ക് തേർഡ് ഗിയർ കൊടുക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ ഞാൻ ഇതേ ക്ലച്ച് ഫുള്ള് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. പിന്നെ നിങ്ങൾ ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും വണ്ടിയുടെ ഗിയറിന്റെ ലിവറിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ഗിയർ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്നത് വണ്ടി ഇടത്ത് നിന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വണ്ടി പഠിക്കുന്ന മിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഗിയറിന്റെ ലിവറിലേക്ക് നോക്കിക്കൊണ്ട് ഗിയർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടി വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഒരു ജംഗ്ഷനിലേക്ക് വണ്ടി വരുന്നു. ഇനി നിങ്ങൾക്ക് ഫോർത്ത് ഗിയർ, ഫോർത്ത് ഗിയർ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മറ്റു വണ്ടികളൊന്നുമില്ല, നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്താലും വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് സ്വയമായിട്ട് കിട്ടിയതിനു ശേഷം മറ്റൊരു ഗിയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ മറ്റൊരു ഗിയറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഫോർത്ത് ഗിയർ ഇതേ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ റോഡിൽ വണ്ടി സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഇടത്ത് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ പുറകിൽ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ട്. ആ വാഹനത്തെ എല്ലാം കയറ്റി വിട്ടുകൊണ്ട് ഇപ്പോൾ മാക്സിമം സ്ലോയിലാണ് വണ്ടി പോകുന്നത്. ഒരു 20 കിലോമീറ്റർ മേളിലെ സ്പീഡിന് വണ്ടിക്ക് സ്പീഡുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, ഞാൻ ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് വേഗത കൂട്ടേണ്ടത്, തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത് വേഗത കൂട്ടുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ മാത്രം, മുന്നിൽ മറ്റു വാഹനങ്ങളൊന്നുമില്ല, റോഡ് സ്ട്രെയിറ്റ് ആണ്, നമുക്ക് പേടിക്കാതെ തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് പോകാം, പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരത്തിൽ മാത്രം നിങ്ങൾ വണ്ടിക്ക് വേഗത കൂട്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിധം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ മാക്സിമം സ്ലോയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതായത് അങ്ങനെ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ കൊടുത്താൽ വണ്ടി ഇടത്തു നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ മറ്റൊരു ഗിയർ കൊടുക്കുക. തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് പെട്രോളിന്റെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ
ഡീസൽ നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്യാതെ ഈ ഒരു തരത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഡെയിലി ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒത്തിരി തിരക്കില്ലാത്ത റോഡിൽ ഈ ഒരു തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതിനൊന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം സ്ലോയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. റോഡിൽ മറ്റു വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ അടുത്തൊരു ഗിയർ ഇട്ടാൽ നിങ്ങളുടെ വണ്ടി റോഡിന്റെ ഇടത്ത് സൈഡിൽ നിന്ന് വെളിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ റോഡിന്റെ സെന്ററിലേക്ക് പോവുകയോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മറ്റൊരു ഗിയർ ഇട്ട് കൊടുത്ത് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം സ്ലോ ആയിട്ട് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഒത്തിരി തിരക്കില്ലാത്ത റോഡിൽ ഈ ഒരു തരത്തിൽ വണ്ടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡിൽ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഇത് തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇത് ഫോർത്ത് ഗിയർ കൊടുത്തു. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇത് ഫിഫ്ത്ത് ഗിയർ കൊടുത്തു. ഇപ്പൊ ഫിഫ്ത്ത് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ചെറിയൊരു ഇറക്കമാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ കാല് ബ്രേക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഫിഫ്ത്തിലാണ് പോകുന്നത്. മുന്നിലായിട്ട് ചെറിയൊരു വളവുണ്ട്. ചെറിയൊരു പാലത്തിലേക്ക് സമീപിക്കുന്നു. ഞാൻ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ഗിയർ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ പാലത്തിനോട് ഏകദേശം അടുത്ത് വരികയാണ്. ഞാൻ വീണ്ടും ക്ലച്ച് ഔട്ടി തേർഡ് ഗിയർ കൊടുത്തു. ചെറിയൊരു വളവ് മുന്നിൽ കണ്ടു. അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്തു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഈ വളവ് തിരിയുന്നത്. ചെറിയൊരു വളവാണ്. നമുക്ക് അത്യാവശ്യം തേർഡ് ഗിയറിൽ തിരിയാൻ സാധിക്കുന്ന ഒരു വളവാണ്. ഞാൻ തേർഡ് ഗിയറിൽ പോകുന്നു. വീണ്ടും ഞാൻ ഇത് ചെറിയൊരു കയറ്റമാണ്. മുന്നിൽ മറ്റു 1-2 വണ്ടികൾ വരുന്നുണ്ട്. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. വണ്ടിക്ക് മൂവ്മെന്റ് ആക്കിക്കൊണ്ട് വീണ്ടും ഞാൻ ഇത് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഇതേ ഫിഫ്ത്ത് ഗിയർ കൊടുക്കുകയാണ്. മുന്നിൽ മറ്റൊരു വണ്ടി വരുന്നുണ്ട്, വണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. കാരണം മുന്നിലെ വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിൽ വന്നു. ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വന്നു. ഇപ്പൊ മുന്നിലുള്ള വാഹനങ്ങളെല്ലാം സ്ലോ ചെയ്തു. വീണ്ടും ഞാനിത് തേർഡ് ഗിയറിൽ വന്നു. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്തു. വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പേർട്ട് ആയിട്ട് വണ്ടി ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങൾ വണ്ടി മാക്സിമം സ്ലോയിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ മെച്ചപ്പെടും. ഗിയർ ചേഞ്ചിങ് ചെയ്യുന്നത് മെച്ചപ്പെടും. അപ്പോൾ കുറെ കൂടെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്. ഗുഡ്സൺ കട്ടപ്പന എന്നാണ് പേജിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.